അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. റജബ് മാസം നമ്മോട് സലാം ചൊല്ലി വിട പറയാൻ നിൽക്കുകയാണ്. അല്ലാഹു നമ്മൾ ചെയ്ത അമാലുകൾ അല്ലാഹുവേ നീ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത അമാലുകൾ അല്ലാഹ് നീ സ്വീകരിക്കണേ, അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ വിശുദ്ധമാക്കപ്പെട്ട മാസം അല്ലാഹുവേ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ ഈ മാസത്തെ അല്ലാഹുവേ നീ കബൂലാക്കണേ, അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ശഅബാനിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും വിശുദ്ധമായ റമളാനിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ, അല്ലാഹ് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ദുആ വസിയ്യത്തുകൾ ചെയ്ത ആളുകളുണ്ട്, ധാരാളം ആളുകൾ ദുആ വസിയ്യത്തുകൾ ചെയ്ത ആളുകളുണ്ട്. പല ജാതി പ്രയാസങ്ങൾ പറഞ്ഞ്, പല ജാതി ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ദുആ വസിയ്യത്തുകൾ ചെയ്ത ആളുകളുണ്ട്. അല്ലാഹുവേ അവരുടെ സകലമായ ഉദ്ദേശങ്ങൾ അല്ലാഹ് നീ ഹാസിനാക്കി കൊടുക്കണേ, അല്ലാഹ് നീ ഹാസിനാക്കി കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് അല്ലാഹ് നീ ബുദ്ധിമുട്ടുകൾ, ബലാകൾ, ഇടങ്ങേറുകൾ അല്ലാഹുവേ നീ കൊടുക്കല്ല തമ്പുരാനെ, നീ കൊടുക്കല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ പറയുന്ന പ്രയാസമാണ് പൈശാചികമായ പ്രയാസങ്ങൾ. സിഹർ സംബന്ധമായി, പൈശാചിക സംബന്ധമായി, കണ്ണേറ് സംബന്ധമായുള്ള പിശാചിൽ നിന്ന് വരുന്ന ഉപദ്രവങ്ങൾ തങ്ങളെ ധാരാളം വർഷക്കാലമായി ഈ സിഹറിൻ്റെ കെണിവലകളിലാണ്. ഈ സിഹറിൻ്റെ കെണിവലകളിലാണ് തങ്ങളെ. വീട്ടിലേക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. വീട്ടിൽ പല ജാതി പ്രയാസങ്ങൾ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ പ്രയാസങ്ങളൊന്നുമില്ല, റാഹത്താണ്. വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിൽ അടിയും കുത്തും കച്ചറയും പല ജാതി പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുക തങ്ങളെ. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് വന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് പ്രയാസങ്ങൾ കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ, ചികിത്സ തേടി വരുന്ന ആളുകൾ പൊട്ടിക്കരഞ്ഞ് പറയുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ അവരുടെ സകലമാന പൈശാചികമായ ഉപദ്രവം അല്ലാഹുവേ നീ ബാത്തിലാക്കി കൊടുക്കണേ, അല്ലാഹ് നീ ബാത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അതിൻ്റെ അമല് എന്താണ് തങ്ങളെ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾ എന്താണ് ഇതിന് ചെയ്യേണ്ടത്? ചെറുതായ പ്രയാസങ്ങളുള്ള, ചെറുതായ പൈശാചികമായ ഉപദ്രവങ്ങൾ വീട്ടിലുണ്ടോ? ഇൻഷാ അല്ലാഹ് അത് ചെയ്യേണ്ട അമല് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിലുണ്ട്. വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമല് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീട്ടിലുണ്ട്. അത് കഠിനമായിട്ടാണെങ്കിൽ, വലിയ പൈശാചികമായ ഉപദ്രവങ്ങളാണെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് വിളിച്ച്, ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് എൻ്റെ കണക്കുകളൊക്കെ വെച്ച് നോക്കി എന്താണ് പ്രയാസമെന്ന് ഇൻഷാ അല്ലാഹ് വിളിച്ചാലേ അത് പറയാൻ കഴിയുള്ളൂ. അതിനുള്ള മാർഗങ്ങൾ വിളിച്ച് ചോദിച്ച് ഇൻഷാ അല്ലാഹ് അന്വേഷിക്കണം. ഇല്ല എങ്കിൽ ചെറിയതായ പ്രയാസങ്ങളാണെങ്കിൽ, ചെറിയതായ ബുദ്ധിമുട്ടുകളാണെങ്കിൽ, പൈശാചികമായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി, അതെന്താണ്, എങ്ങനെയാണ് അതിനെ ബാത്തിലാക്കേണ്ടത്, അതിനെങ്ങനെയാണ് ഇബ്താൽ ചെയ്യേണ്ടത്, ബാത്തിലാക്കി കളയേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലാഹു അത് കേൾക്കാനും അമാലുകൾ ചെയ്യാൻ അല്ലാഹു നീ തൗഫീഖ് ചെയ്യണേ, അല്ലാഹ് നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. അത്തരം പ്രയാസങ്ങളിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും, എല്ലാ പൈശാചികമായും മാനസികമായ ഉപദ്രവങ്ങളും അല്ലാഹുവേ നീ ബാത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ, നീ ബാത്തിലാക്കി കൊടുക്കണേ തമ്പുരാൻ. വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് ഞാനും നിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ ധാരാളം ദിക്റുകൾ ചൊല്ലി, ധാരാളം സ്വലാത്തുകൾ ചൊല്ലി, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി നാഥനിലേക്ക് അടുക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ, അല്ലാഹ് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഈ മജ്ലിസ് കൊണ്ട് ധാരാളം ആളുകൾക്ക് ഉപകാരമായി എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അല്ലാഹുവേ നീ നിലനിർത്തി തരണേ തമ്പുരാനെ, നീ നിലനിർത്തി തരണേ തമ്പുരാനെ. മഹാന്മാരെ നോട്ടമുള്ള മജ്ലിസാണ്, മഹാന്മാരായ ഉപ്പാപ്പന്മാരുടെ നോട്ടമുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. ഒരിക്കലും വെറുതെയാകില്ല, ഒരിക്കലും വെറുതെയാകില്ല. മഹാന്മാരായ ഉപ്പാപ്പന്മാരുടെ, നമ്മുടെയൊക്കെ ഉപ്പാപ്പന്മാരുടെ മഹാനായ ജമലുൽ ലൈലി പാപ്പാൻ്റെ ഒരു നോട്ടമുള്ള മജ്ലിസാണ്.
ഉറപ്പാണ്. മഹാനായ ഉപ്പാപ്പയുടെ നിന്നും ഇജാസിയത്ത് മഖാമിൽ പോയി സമ്മതം ചോദിച്ച് ഇജാസിയത്ത് വാങ്ങിയിട്ടാണ് ഈ മജ്ലിസ് ഞാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഒരു പ്രയാസമോ ഈ മജ്ലിസ് കാണുന്ന ആളുകൾ, ധാരാളം ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്, തങ്ങൾ പറഞ്ഞ ആ ദിക്ർ അമൽ ഞങ്ങൾ ചെയ്തു, ഇപ്പം റാഹത്താണെന്ന് വിളിച്ചു പറയുന്ന ധാരാളം ആളുകളുണ്ട്. ഈ മജ്ലിസ് കൊണ്ട് ധാരാളം ആളുകൾക്ക് നന്മ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹുവേ നീ നിലനിർത്തി തരണേ തമ്പുരാനെ, നീ നിലനിർത്തി തരണേ തമ്പുരാനെ. മഹാന്മാരായ ഉപ്പാപ്പമാരുടെ ഒരു നോട്ടം അല്ലാഹു ഈ മജ്ലിസിന് അല്ലാഹു നീ നൽകണേ. നീ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ എന്നും മജ്ലിസിൽ ചൊല്ലാറുള്ള മഹത്തായ റജബ് മാസത്തിൻ്റെ ദിക്റുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് തുടക്കം കുറിക്കാം. അല്ലാഹുവിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ദിക്റുകൾ ചൊല്ലി ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി അല്ലാഹുവിൻ നാദനിലേക്ക് അടുക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ മുമ്പായിട്ട്, മജ്ലിസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് എന്താണ് ചൊല്ലേണ്ടത്? എല്ലാവരും കാത്തിരിക്കുന്നത് അതായിരിക്കും. പൈശാചികമായ ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ എന്താണ് തങ്ങളെ ഞങ്ങൾ ചൊല്ലേണ്ടത്? തങ്ങളെ ഇജാസിയത്ത് പ്രകാരം ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലേണ്ടത് ഒരു 11 ഫാത്തിഹ, ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്കൊരു 11 ഫാത്തിഹ. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വീടുകൾ, പരിസരങ്ങൾ, അല്ലെങ്കിൽ ഓരോരുത്തരെ വ്യക്തികൾ, ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾ ഇൻഷാ അല്ലാഹ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്കൊരു 11 പ്രാവശ്യം ഫാത്തിഹ ഓതുക. ഒരു 11 പ്രാവശ്യം ഫാത്തിഹ ഓതുക. അതിനുശേഷം സൂറത്തുൽ മുസമ്മിൽ ഒരു 3 പ്രാവശ്യം പാരായണം ചെയ്യുക. പിന്നെയോ ഒരു 7 പ്രാവശ്യം അൽ ബഖറ സൂറത്തിലെ 102-ാമത്തെ ആയത്ത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അൽ ബഖറ സൂറത്തിലെ 102-ാമത്തെ ആയത്ത് ഒരു 7 പ്രാവശ്യം ഓതി ഈ വെള്ളത്തിൽ മന്ത്രിക്കുക. പിന്നെയോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ഈ ദിക്ർ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. എന്താണ്? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം ചൊല്ലി ഈ വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് നിങ്ങളെ വീടിൻ്റെ ഏത് പരിസരത്താണോ, വീടിൻ്റെ എല്ലാ പരിസരത്തും വെള്ളം കൊണ്ട് കുടയുക. ഉള്ളവർ വ്യക്തിപരമായിട്ടാണെങ്കിൽ വ്യക്തിക്കാണുള്ളതെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു 3 മുറുക്കായിട്ട് ഈ വെള്ളം കുടിക്കുക. എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളും ഇതോടുകൂടി മാറിക്കിട്ടും. അല്ലാഹുവേ അത്തരം പൈശാചികമായ ഉപദ്രവങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ നീ ബാത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഈ സൂറത്തുകളുടെ ഹക്ക് ജാവ് ബർക്കത്തുണ്ട്, ദിക്റുകളുടെ ഹക്ക് ജാവ് ബർക്കത്തുണ്ട്. അല്ലാഹുവേ നീ ബാത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. നീ പരിപൂർണ സലാമത്ത് അതിൽ നിന്ന് കൊടുക്കണേ തമ്പുരാനെ. ഒരു പരിപൂർണ സലാമത്ത് അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഈ സയ്യിദിയ മജ്ലിസിൻ്റെ ഒരു ഫാമിലിയാണ് തമ്പുരാനെ. ഞങ്ങളെല്ലാവരും അല്ലാഹുവേ സ്ഥിരമായി കാണുന്നവരാണ്. ഞങ്ങൾക്ക് അത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ നൽകല്ലോ അല്ലാഹ്. ഞങ്ങളെ വീട്ടിലോ വീടിൻ്റെ പരിസരത്തോ ഞങ്ങൾക്കോ അല്ലാഹുവേ, ഞങ്ങളെ മക്കൾക്കോ, ഞങ്ങളെ ഭർത്താവിനോ, ഞങ്ങളെ ഭാര്യക്കോ അല്ലാഹുവേ നീ നൽകല്ലേ നൽകല്ല തമ്പുരാനെ. ഇതോടുകൂടി ഇത് ചെയ്യലോടുകൂടി, ഈ അമൽ ചെയ്യലോടുകൂടി അല്ലാഹുവേ നീ ബാത്തിലാക്കി കളയണേ അല്ലാഹ്, നീ ബാത്തിലാക്കി കളയണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശുദ്ധമാക്കപ്പെട്ട റജബിൽ ചൊല്ലേണ്ട 100 ദിക്ർ, ഈ ദിക്റിൻ്റെ പ്രതിഫലം, അതിൻ്റെ ഫളായിലുകൾ ഞാൻ കഴിഞ്ഞ മജ്ലിസുകളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഫളായിൽ വളരെ മഹത്തമാക്കപ്പെട്ട ഫളായിലാണ്. നിങ്ങൾക്ക് പ്രയാസങ്ങളാണോ നിങ്ങൾ അനുഭവിക്കുന്നത്, ഈ ദിക്ർ കൊണ്ട് എല്ലാം ഇല്ലാതാകും. എല്ലാ പ്രയാസങ്ങളും ഇല്ലാതാകും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, സമ്പത്താണോ, നിങ്ങൾക്ക് സമ്പത്ത് വന്നു ചേരും. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, വീടാണോ, ഒരു ഭവനം, റാഹത്തായ ഒരു ഹൈറായ ഒരു ഭവനം നിങ്ങൾക്ക് എടുക്കാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി തരും. അങ്ങനെ പല ജാതി പ്രയാസങ്ങൾ, ജോലി തടസ്സങ്ങളാണോ, ഈ ദിക്ർ ചൊല്ലിക്കോളി. ഈ ദിക്ർ ഓരോ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് റജബിലെ ഈ ദിക്ർ, റജബുൻ ഷഹറുല്ലാഹ്, ഇത് റജബ് അല്ലാഹുവിൻ്റെ മാസമാണ്. ഈ അള്ളാഹിൻ്റെ മാസത്തിൽ ഇൻഷാ അല്ലാഹ് മനസ്സുരുകി ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ചൊല്ലി ഇൻഷാ അല്ലാഹ് നാദനിലേക്ക് കുറച്ച് സ്വലാത്തുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് നാദനിലേക്ക് അടുക്കാം. അല്ലാഹുവേ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ
കരങ്ങൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ 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 നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സുകൾ അല്ലാഹുവേ നീ നന്നാക്കണേ അല്ലാഹ്. നീ നന്നാക്കണേ തമ്പുരാനെ. കിബറില്ലാത്ത അസൂയയില്ലാത്ത നല്ല ശുദ്ധമായ മനസ്സിനല്ല നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ തമ്പുരാനെ, നീ നൽകണേ അല്ലാഹ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി എപ്പോഴും നമ്മൾ അമൽ ചെയ്യുമ്പോൾ ഇഖ്ലാസ് വേണം. നമുക്കാണ് നമ്മുടെ പ്രയാസങ്ങൾ, ഓരോ പ്രയാസങ്ങൾ ഞാനിങ്ങനെ എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളെ മനസ്സിലുള്ള മുറാദുകൾ, ഓരോ മനസ്സിലുള്ള മുറാദുകൾ മനസ്സിലിങ്ങനെ കരുതിയിട്ട് ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലുക ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹി റഊഫ് 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 സുബ്ഹാനല്ലാഹി റഊഫ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്റിന്റെ ഹഖ് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ സകലമായ ഉദ്ദേശങ്ങൾ അല്ലാഹുവേ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സിൽ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹുവേ നീ ഹാസിലാക്കണേ തമ്പുരാനെ. അതിൽ നിന്നൊക്കെ ഒരു പരിപൂർണ സലാമത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളെ നീ ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാനെ, പ്രയാസങ്ങൾ നൽകല്ല തമ്പുരാനെ, ഇടങ്ങേറുകൾ നൽകല്ല തമ്പുരാനെ, ബലാ
ബലാകൾ നൽകല്ല തമ്പുരാനെ, മുസീബത്തുകൾ അല്ലാഹുവേ ഞങ്ങൾക്കോ ഞങ്ങളുടെ ജീവിതത്തിലോ നീ വിതക്കല്ലേ അല്ലാ. മാരകമായ പൈശാചികമായ ഉപദ്രവങ്ങൾ, സിഹർ പോലുള്ള, കണ്ണേറ് പോലുള്ള മാരകമായ ഉപദ്രവങ്ങൾ, പിശാചിന്റെ ഉപദ്രവങ്ങൾ അല്ലാഹുവേ അല്ലാ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിലോ അല്ലാഹുവേ, ഞങ്ങളുടെ പറമ്പിലോ, ഞങ്ങളുടെ ഭൂമിയിലോ അല്ലാഹുവേ, ഞങ്ങളുടെ വീട്ടിലോ നൽകല്ല അല്ലാ. ഞങ്ങളുടെ മക്കൾക്കോ, ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കോ, ഞങ്ങളുടെ ഭാര്യമാർക്കോ നൽകല്ല അല്ലാ. അത്തരം ഉപദ്രവങ്ങൾ നൽകല്ല അല്ലാ. ഈ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നൽകല്ല അല്ലാ. നൽകല്ല തമ്പുരാനെ, നൽകല്ല തമ്പുരാനെ ഇൻഷാ അല്ലാഹ്. ഇനി ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ധാരാളം തെറ്റുകൾ ചെയ്തവരാണ്. നമ്മൾ നിരന്തരമായിട്ട് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും ധാരാളം തെറ്റുകൾ ചെയ്തവരാണ് എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ. നമ്മൾ പടച്ചവനോട് ചോദിച്ചോളി, നമ്മളെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പടച്ചവനോട് ഇസ്തിഗ്ഫാർ ചൊല്ലി ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബിനോട് തേടാ ഇൻഷാ അല്ലാഹ് ഒരു 33 പ്രാവശ്യം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ പടച്ച തമ്പുരാനെ, ഞങ്ങൾ ചെയ്ത തെറ്റുകളല്ല നീ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നീ പുറത്തു തരണേ തമ്പുരാനെ, പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ അതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹുവേ നീ ഹാസിനാക്കി തരണേ അല്ലാഹ്, നീ ഹാസിനാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ട് അല്ലാഹ് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്, ഞങ്ങളെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, നമ്മുടെ മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, നമ്മുടെ പാപ്പന്മാരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ സകലമായ ഉദ്ദേശങ്ങളും അല്ലാഹുവേ നീ നടത്തി തരണേ തമ്പുരാനെ, നീ നടത്തി തരണേ തമ്പുരാനെ. കടങ്ങളെ തൊട്ട് അല്ലാഹുവേ കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാഹ് ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ തമ്പുരാനെ. വീട് പണി പകുതിയിൽ നിൽക്കുകയാണ് തങ്ങളെ എന്ന് പറഞ്ഞ് കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹുവേ, അത് പൂർത്തിയാക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്, എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. മകന്റെ കല്യാണക്കാരും ശരിയായിട്ടില്ല, മകളുടെ കല്യാണക്കാരും ശരിയായിട്ടില്ല, തങ്ങളെ ദുആ ചെയ്യണം, മജ്ലിസിൽ പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ ലാഹിക്കായ ഇണകൾ അല്ലാഹു അവർക്ക് നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്, നീ ഒരുമിപ്പിക്കണേ തമ്പുരാനെ, നീ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അങ്ങനെ അഗനമായ മുറാദുകൾ പറഞ്ഞ ആളുകളുണ്ട് അല്ലാഹുവേ. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ ദുആകളാണ്, ഈ മജ്ലിസാണ്, എല്ലാവരുടെയും രക്ഷ ഈ മജ്ലിസാണ്. കാരണം ഞാൻ പറയാനുള്ള കാരണം, ഞാൻ ഈ മജ്ലിസിന്റെ ഫളാഇൽ പറയാനുള്ള കാരണം, നിരന്തരം കോളുകൾ വരികയാണ് എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ. ആ കാര്യം റെഡിയായി ശരിയായി തങ്ങളെ എൻ്റെ ഉമ്മ ഐസിയുലായിരുന്നു, മജ്ലിസിൽ ദുആ ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണത്താൽ ഇന്ന് ഉമ്മ റാഹത്താണ്. ഞാൻ തങ്ങൾ പറഞ്ഞ അമൽ ചെയ്തു, തങ്ങളെ റാഹത്താണെന്ന് പറഞ്ഞ് കാസർഗോഡ് ഞാൻ മുമ്പ് മജ്ലിസിൽ പറഞ്ഞിരുന്നു, ക്യാൻസർ രോഗികൾ ഈ മജ്ലിസിൻ്റെ ദുആ കൊണ്ട്
ഖൈറായി ഇപ്പോൾ റാഹത്താണ് എന്ന് പറഞ്ഞ് വിളിച്ച ആളുകളുണ്ട്. പല ജാതി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ. ഇതൊക്കെ പറയാനുള്ള കാരണം ഇതൊക്കെ ഈ മജ്ലിസിലേക്ക് വിളി വന്നതിൻ്റെ കാരണത്താലാണ്, എനിക്ക് വിളിച്ചതിൻ്റെ കാരണത്താലാണ്. ഈ മജ്ലിസ് ഒരിക്കലും നിങ്ങൾക്ക് പായാകില്ല. ഈ നമ്മൾ ചൊല്ലുന്നത് നല്ല നല്ല ഫളായിലുള്ള ദിക്റുകളാണ്. ഇൻഷാ അല്ലാഹ് ഓരോ കാരണത്താൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലെ ഓരോ ദിക്റുകൾ. ഇന്ന് ഇൻഷാ അല്ലാഹ് പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങിപ്പോവാനുള്ള ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. ധാരാളം ദിക്റുകൾ ചൊല്ലി, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി, ദിക്റുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് ഇരു കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് നാഥനിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും. ആ ദുആയിലൊക്കെ പങ്കെടുത്ത് ഇൻഷാ അല്ലാഹ് ഖൈറായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം, കൂടുതലൊന്നുമില്ല, പൈശാചികമായ ഉപദ്രവങ്ങളിൽ ഉള്ളവർ ഇൻഷാ അല്ലാഹ് ഈ കൂട്ടത്തിലുണ്ട്. പൈശാചികമായ കെണിവലകളിൽ പെട്ടു നിൽക്കുന്ന ആളുകൾ, വീട്ടിലൊരു സുഖമില്ല, ഞങ്ങളെ വീട്ടിൽ എപ്പോഴും കച്ചറയും പ്രയാസങ്ങളുമാണ്, വീട്ടിലേക്ക് കയറിയാൽ ഒരു സമാധാനമില്ല, മനസ്സമാധാനം എന്ന് പറഞ്ഞ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ഈ കൂട്ടത്തിലുണ്ട് വീഡിയോ കാണുന്നവരിലുണ്ട്. അല്ലാഹുവേ ഞങ്ങൾക്ക് അത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാൻ, അതിലൊരു തടകെട്ടാൻ വേണ്ടി ഇൻഷാ നമുക്ക് ചൊല്ലാം ഒരു 11 പ്രാവശ്യം, കൂടുതലൊന്നുമില്ല, ഒരു 11 പ്രാവശ്യം നമ്മൾ ചൊല്ലി നമ്മൾ പറഞ്ഞ ആ ദിക്ർ ഇൻഷാ നമുക്ക് ചൊല്ലാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. ഇൻഷാ അല്ലാഹ് നമ്മളെ കയ്യിൽ 3 പ്രാവശ്യം ഊതുക. ഇൻഷാ അല്ലാഹ് തല മുതൽ കാല് വരെ ഇൻഷാ അല്ലാഹ് ഒന്ന് തടവിയെടുക്കുക. എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളും ഇതുകൊണ്ട് ബാത്തിലാവണം, ഇതുകൊണ്ട് ഇല്ലാതാവണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ അള്ളാഹ് ഞങ്ങൾക്കോ ഞങ്ങളെ മക്കൾക്കോ അള്ളാഹു ഞങ്ങളെ വീട്ടിനോ അള്ളാഹുവേ നീ നൽകല്ലേ അള്ളാഹ്. ഞങ്ങൾ അത്തരം പ്രയാസങ്ങൾ തന്ന് അള്ളാഹുവേ ഞങ്ങളെ ബുദ്ധിമുട്ടിലായിത്തല്ലേ അള്ളാഹ്. അത്തരം പ്രയാസങ്ങൾ പറഞ്ഞ് വരുന്ന ആളുകളുണ്ട്, അതിനുള്ള കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അള്ളാഹുവേ നീ റാഹത്തിനാക്കണേ അള്ളാഹ്. അന്ന് തങ്ങളെ അത് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് ഇപ്പം റാഹത്താണെന്ന് വിളിച്ചു പറഞ്ഞ് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു ഇനി ഒരിക്കലും അത്തരം പ്രയാസങ്ങൾ അള്ളാഹു ഇവർക്ക് നീ കൊടുക്കല്ലേ അള്ളാഹ്, നീ കൊടുക്കല്ല തമ്പുരാൻ. അത്തരം പ്രയാസങ്ങൾ കൊടുത്ത് അവരെ നീ ബുദ്ധിമുട്ടിലായിത്തല്ലേ അള്ളാഹ്, അവരെ നീ ഇടങ്ങേറിലാക്കല്ലേ അള്ളാഹ്, നീ ഇടങ്ങേറിലാക്കല്ലേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗളാ ശരീഫിലേക്ക് ഒരു 11 പ്രാവശ്യം സ്വലാത്ത് ഇൻഷാ അല്ലാഹ്, കൂടുതലൊന്നുമില്ല, ഒരു 11 പ്രാവശ്യം മനസ്സിരുത്തി ഇൻഷാ അല്ലാഹ്, മനസ്സിരുത്തി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലുക. ഹബീബിൻ്റെ റൗളാ ഷരീഫ് നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ കാണുക, കണ്ണടച്ചിട്ട് ആ റൗളാ ഷരീഫ് കണ്ടവർ അതിൻ്റെ രൂപം, ആ റൗളാ ഷരീഫിൻ്റെ ഉള്ളു, ആ ഭാഗങ്ങളൊക്കെ മനസ്സിലിങ്ങനെ കരുതിയില്ലേ? ഇൻഷാ അല്ലാഹ് പോവാത്തവർക്ക്
അല്ലാഹുവേ അവിടെ ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം ചൊല്ലാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പോയവർക്ക് ഇനിയും കൂടുതൽ പോവാൻ ആ പരിശുദ്ധമാക്കപ്പെട്ട റൗള ഷരീഫിലേക്ക് ഒന്ന് ചെന്ന് സലാം ചൊല്ലാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. പോയവർക്ക് കൂടുതൽ പോവാൻ അല്ലാഹുവേ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്, ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. എല്ലാവരും ചൊല്ലാം, എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി മഹാന്മാർ ചൊല്ലിയതാണ്, നമ്മോട് ചൊല്ലാൻ പറഞ്ഞതുമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ചൊല്ലാൻ. നമ്മൾ നല്ല മാസത്തിലാണ്, നല്ല ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ചൊല്ലാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ തമ്പുരാനെ. ഞങ്ങൾ പാപികളാണ് തമ്പുരാനെ, നിരന്തരം ധാരാളം തെറ്റുകൾ ചെയ്തവരാണ് തമ്പുരാനെ. അല്ലാഹുവേ പുറത്ത് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ തമ്പുരാനെ. അതിൻ്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് സകലമായ ഉദ്ദേശങ്ങളും ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹുവേ നീ ഹാസിനാക്കി തരണേ അല്ലാഹ്, ഹാസിനാക്കി തരണേ തമ്പുരാനെ, ഹാസിനാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളിൽ ധാരാളം ആളുകൾ രോഗികളാണ് തമ്പുരാനെ, രോഗശമനം നീ നൽകണേ അല്ലാഹ്, രോഗശമനം നീ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇനി ഫാത്തിഹ ഓതി ഇഖ്ലാസ് ഓതി മുഅവ്വിദത്തൈനുകൾ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, ദുആനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹ് ഇനി നമുക്ക് ഫാത്തിഹയിലേക്ക് കടക്കാം. എല്ലാവരും ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് ഓത. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇഖ്ലാസ് സൂറത്ത് ഇൻഷാ അല്ലാഹ് ഓത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. മുഅവ്വിദത്തൈനുകൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. بسم الله الرحمن الرحيم. قل أعوذ برب الفلق
മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥത്തോടുകൂടി ധാരാളം ആളുകൾ ദുആ വസിയത്തുകൾ ചെയ്തവരുണ്ട്. ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞ് വാട്സപ്പിലായിട്ടും കമൻറ്റ് ബോക്സിലായിട്ടും വിളിച്ചറിയിക്കുന്നവരും ധാരാളം ആളുകൾ, ചികിത്സ തേടി കൺസൾട്ടിങ്ങിന് വീട്ടിലേക്ക് വരുന്ന ആളുകൾ, ധാരാളം മുറാദുകൾ പറഞ്ഞ ആളുകളുണ്ട്, ദുആ വസിയത്തുകൾ പറഞ്ഞ ആളുകളുണ്ട്. തങ്ങളെ മജ്ലിസിലെ ഞങ്ങളെ കാര്യം മറന്നു പോകല്ലേ, ഞങ്ങളെ കാര്യത്തിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ, മക്കളുടെ കാര്യം പറഞ്ഞവർ, ഭർത്താവിൻ്റെ ജോലി പ്രയാസങ്ങൾ, മക്കളുടെ ജോലി പ്രയാസങ്ങൾ, വീട് പണി പൂർത്തിയാവാൻ രോഗികൾ ധാരാളം. എൻ്റെ മുഅ്മിനീങ്ങളെ, ധാരാളം ആളുകൾ രോഗികളാണ്. പല ജാതി പ്രയാസങ്ങൾ, സിഹ്ർ പോലുള്ള, കണ്ണേർ പോലുള്ള പൈശാചികമായ ഉപദ്രവങ്ങളിൽ ധാരാളം വർഷക്കാലം അതിൻ്റെ കെണിവലകളിൽ പെട്ടുകിടക്കുന്ന ധാരാളം ആളുകൾ. അങ്ങനെ പല ജാതി പ്രയാസങ്ങൾ, വേവലാതികൾ, വല്ലായ്മകൾ, പോരായ്മകൾ പറഞ്ഞ ആളുകൾ. അല്ലാഹു അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ദിക്റിനെ മുൻനിർത്തി, സ്വലാത്തിനെ മുൻനിർത്തി, ഫാത്തിഹയെ മുൻനിർത്തി, ഇഖ്ലാസിനെ മുൻനിർത്തി, മുഅവ്വിദത്തൈനികളെ മുൻനിർത്തിയാണ് ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബിനോട് ചോദിക്കാൻ പോകുന്നത്. പടച്ച റബ്ബ് ഉത്തരം നൽകും. അല്ലാഹു ഉത്തരം നൽകുമാറാകട്ടെ. ഇന്ന് പറഞ്ഞ അമൽ ആരും മറന്നു പോകരുത്. പൈശാചികമായ ഉപദ്രവങ്ങൾ ഉള്ളവർ, ഇല്ലാത്തവർ അത് വരാതിരിക്കാൻ വേണ്ടി, ഇല്ലാത്തവർ ഞങ്ങളിത് ചെയ്യണോ എന്നുള്ളവർ ചോദിക്കുന്നവർ, ഇല്ലാത്തവർ ഇത് ചെയ്യണോ എന്ന് സംശയം വെച്ച് നിൽക്കുന്നവർ, അവരിത് വരാതിരിക്കാൻ, പൈശാചികമായ ഉപദ്രവങ്ങളെ വീട്ടിലോ വീട്ടുകാർക്കോ മക്കളിലോ ആർക്കുമില്ലാതിരിക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറഞ്ഞ അമൽ ഇൻഷാ അല്ലാഹ് എടുക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി ആമീൻ പറയുക. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا الله يا رحمن يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معيمن يا الله يا عزيز يا الله يا متكبر يا الله يا رافع يا الله يا سميع يا الله يا مذل يا الله يا ذا الجلال والإكرام يا ذا الجلال والإكرام يا الله يا ذا الجلال والإكرام. حسبنا الله نعم الوكيل نعم المولى ونعم النصير. حسبنا الله نعم الوكيل نعم المولى ونعم النصير. حسبنا الله نعم الوكيل نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله الرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, എൻ്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സലഫ് സ്വാലിഹീങ്ങൾ, ആബിദീങ്ങൾ, മുസന്നിഫീങ്ങൾ, മുഫസ്സിരീങ്ങൾ, മൺമറഞ്ഞു പോയ അല്ലാഹുവേ, നിൻ്റെ ഔലിയാക്കൾ ഇവിടൊക്കെ ഹഖ് ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണേ. അല്ലാഹ് ദുആനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നീ ഖൈബാക്കി മടക്കല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി മടക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടമുയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. ആഖിറം നീ നന്നാക്കണേ അല്ലാഹ്, ആഖിറം നന്നാക്കണേ തമ്പുരാനെ. ദുനിയാവിൻ്റെ കാര്യം ചോദിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് കൂടുതലായിട്ട് ചോദിക്കാനുള്ളത് അല്ലാഹ് നിന്റെ ആഖിറത്തിൻ്റെ കാര്യമാണ് അല്ലാഹ്. ആഖിറം വെളിച്ചമാക്കണേ അല്ലാഹ്, ആഖിറം വെളിച്ചമാക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ദുആ വസിയത്തുകൾ ചെയ്തവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, അല്ലാഹുവരുടെ സകലമായ ഉദ്ദേശങ്ങളും നീ ഹാസിനാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിനാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസ് കാണുന്ന ആളുകൾ, സ്ഥിരമായി ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ധാരാളം മുറാദുകളുണ്ട് തമ്പുരാനെ. നീ ഹാസിനാക്കണേ അല്ലാഹ്, നീ ഹാസിനാക്കണേ തമ്പുരാനെ. ഭർത്താവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കുന്നവര് ബന്ധപ്പെടുന്ന ആളുകളുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, ഭർത്താവിൻ്റെ ജോലിയിൽ നീ ഖൈറ് കൊടുക്കണേ അല്ലാഹ്, നീ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നല്ല ഖൈറായ ജോലി ഭർത്താവിന് നീ കൊടുക്കണേ അല്ലാഹ്. ഭർത്താവിൻ്റെ ദുശീലങ്ങൾ പറഞ്ഞ് വിളിക്കുന്ന ആളുകളുണ്ട്, ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, അതിൽ നിന്നൊക്കെ ഒരു സലാമത്ത് ഭർത്താവിന് കൊടുക്കണേ തമ്പുരാനെ. ദുശീലങ്ങളിൽ നിന്നൊക്കെ നല്ല അല്ലാഹുവേ നല്ലൊരു മനസ്സ് അല്ലാഹുവേ ഭർത്താക്കന്മാർക്ക് കൊടുക്കണേ അല്ലാഹ്, ഭർത്താക്കന്മാർക്ക് കൊടുക്കണേ തമ്പുരാനെ. ഭാര്യമാരെ നീ നന്നാക്കണേ അല്ലാഹ്, നല്ല സ്വഭാവം കൊടുക്കണേ തമ്പുരാനെ. ഖൈറായ ജീവിതം അല്ലാഹു അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്, കൊടുക്കണേ തമ്പുരാനെ. മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കുന്ന ആളുകൾ, ബന്ധപ്പെടുന്ന ആളുകളുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, മക്കൾക്ക് അല്ലാഹുവേ നല്ല ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി പ്രയാസങ്ങൾ പറഞ്ഞ് വിളിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, നീ ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്, കൊടുക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ, ഒരു വീടിന് വേണ്ടി മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ, ഖൈറായ ഒരു മസ്കൻ അല്ലാഹു അവർക്ക് കൊടുക്കണേ അല്ലാഹ്, കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. മഴ പെയ്താൽ ചോർന്നൊലിക്കുകയാണ് തങ്ങളെ, തങ്ങളെ മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് പൊട്ടിക്കരഞ്ഞ് വിളിച്ചു പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹ്, ഖൈറായ ഒരു വീട് കൊടുക്കണേ അല്ലാഹ്, ഒരു ഭവനം കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ഞങ്ങളിൽ രോഗികളാണ് തമ്പുരാനെ. രോഗപ്രയാസങ്ങൾ പറഞ്ഞ് വിളിക്കുന്ന ആളുകൾ, ബന്ധപ്പെടുന്ന ആളുകളുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, അല്ലാഹുവേ, രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ്, രോഗങ്ങളെ നീ ശിഫയാക്കണേ തമ്പുരാനെ. ഊരവേദനയാണ് തങ്ങളെ, മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹ്, മാറാത്ത ഊരവേദന കൊടുത്ത് പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ. നീയാണ് ഷാഫിഉ തമ്പുരാനെ, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. കാലുവേദനയാണ് തങ്ങളെ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ, മാറാത്ത കാലുവേദന കൊടുത്ത് പ്രയാസപ്പെടുത്തില്ല തമ്പുരാനെ. ഇബാദത്തിന് പോലും തടസ്സപ്പെടുന്ന രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്, ഞങ്ങളെ മാറ്റല്ലേ തമ്പുരാനെ. ഡിസ്കിന്റെ കംപ്ലൈന്റ് പറഞ്ഞ് വിളിക്കുന്ന ആളുകൾ, ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, ശിഫാ കൊടുക്കണേ തമ്പുരാനെ. കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ളവരുണ്ട്, ലിവർ സംബന്ധമായ അസുഖങ്ങളുള്ളവരുണ്ട്, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരുണ്ട്. അല്ലാഹുവേ, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. തൈറോയിഡിന്റെ അസുഖങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, ശിഫാ കൊടുക്കണേ തമ്പുരാനെ. യൂറിക് ആസിഡിന്റെ പ്രയാസങ്ങൾ വന്ന് കെണുപ്പുകളിൽ സഞ്ചാരമുള്ളവരുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. മാറാത്ത തലവേദന കൊടുത്തവരെ ബുദ്ധിമുട്ടിലായിത്തല്ലേ അല്ലാഹ്, മാറാത്ത തലവേദന ഉള്ളവർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹ്, മാറാത്ത തലവേദന കൊടുത്ത് ബുദ്ധിമുട്ടിലായിത്തല്ല അല്ലാഹ്, പ്രയാസങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ. മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾ അല്ലാഹ് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. ഉള്ളവർക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, ശിഫാ കൊടുക്കണേ തമ്പുരാനെ. മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ അല്ലാഹുവേ ഞങ്ങളെ ശരീരത്തിൽ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ശരീരത്തെങ്ങാനും അത്തരം അസുഖങ്ങളുടെ അണു ഉണ്ടെങ്കിൽ അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട്, അല്ലാഹുവേ, ദിവസത്തിന്റെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട്, ഫാത്തിഹയുടെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട്
അല്ലാഹുവേ ഇഖ്ലാസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മുഅവ്വിദത്തൈനികളുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ കരീച്ച് കളയണേ അല്ലാഹ്. ഉള്ളവർക്ക് അല്ലാഹ് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. പരിപൂർണ ശിഫാ കൊടുക്കണേ തമ്പുരാനെ, പരിപൂർണ ശിഫാ കൊടുക്കണേ തമ്പുരാൻ. അല്ലാഹുവേ കീറി മുറിക്കുന്ന രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. അത്തരം ഭയാനകരമായ രോഗങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. ഞങ്ങൾ നയിച്ചത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്ന അത്തരം അസുഖങ്ങൾ അല്ലാഹു അത്തരം രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. ഞങ്ങളെ മാറ്റല്ലേ തമ്പുരാനെ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലക്കിലാക്കുന്ന ഒരു അവസ്ഥ അല്ലാഹുവേ, അത്തരം രോഗികളാക്കുന്ന രോഗം അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. അത്തരം അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ കെടുത്തല്ലേ തമ്പുരാനെ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് മക്കൾ പറയുന്നൊരവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ല അല്ലാഹ്. ഞങ്ങളെ കെടുത്തല്ല അല്ലാഹ്. ഈ മജ്ലിസ് കാണുന്നവരെ, ഈ ഞങ്ങൾ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്തുകൊണ്ട് ഈ മജ്ലിസ് കാണുന്നവരെന്ന് സ്ഥിരമായി കാണുന്ന ആളുകളുണ്ട് അല്ലാഹുവേ. അത്തരം അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ല അല്ലാഹ്. ഞങ്ങളെ കെടുത്തല്ല തമ്പുരാനെ. ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഫാത്തിഹന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഇഖ്ലാസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മുഅവ്വിദത്തൈനികളുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അത്തരം അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ല അല്ലാഹ്. ഞങ്ങളെ കെടുത്തല്ല തമ്പുരാനെ. ധാരാളം പ്രവാസികൾ ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവർ, സ്ഥിരമായി മജ്ലിസ് കാണുന്ന പ്രവാസികളുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, പ്രവാസ ജീവിതം നീ ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്. പ്രവാസ ജീവിതത്തിൽ അല്ലാഹു നീ ബുദ്ധിമുട്ട് കൊടുക്കല്ല തമ്പുരാനെ. അവരെ നീ ഇടങ്ങേറിലാക്കല്ല തമ്പുരാനെ. അവർക്ക് അല്ലാഹു അവിടുത്തെ ജീവിതം നീ കുടുസാക്കല്ല അല്ലാഹ്. പ്രയാസം കൊടുത്തുകൊണ്ട് അവിടെ ബുദ്ധിമുട്ടിലാക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, പ്രവാസ ജീവിതം അല്ലാഹു നീ പ്രയാസകരമാക്കല്ല അല്ലാഹ്. പ്രയാസകരമാക്കല്ല തമ്പുരാനെ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥ അല്ലാഹു ഒരു പ്രവാസിക്കും കൊടുക്കല്ല അല്ലാഹ്. കൊടുക്കല്ല തമ്പുരാനെ, കൊടുക്കല്ല തമ്പുരാനെ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്. ആക്സിഡന്റ്, അപകട മരണങ്ങളല്ല ഞങ്ങളെ ജീവിതത്തിൽ നൽകല്ല അല്ലാഹ്. നൽകല്ല തമ്പുരാനെ. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്. ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ വീടില്ല എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ. ഖൈറായ ഭവനം കൊടുക്കണേ അല്ലാഹ്. ഭർത്താവിന്റെ കാര്യത്തിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ. അല്ലാഹു നീ നന്നാക്കണേ അല്ലാഹ്. നീ നന്നാക്കണേ തമ്പുരാനെ. ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞ്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് കൺസൾട്ടിങ്ങിന് എൻ്റെ അടുത്തേക്ക് ചികിത്സ തേടി വരുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. സിഹർ പോലുള്ള പൈശാചികമായ ഉപദ്രവങ്ങൾ, കണ്ണേർ പോലുള്ള പൈശാചികമായ ഉപദ്രവങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഉള്ളവർക്ക് നീ ബാത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ബാത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ധാരാളം ഉമ്മമാര് ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് അല്ലാഹുവേ. ഞങ്ങളെ സഹായിക്കുന്ന ആളുകളുണ്ട്, മജ്ലിസിൽ സഹായിക്കുന്ന ആളുകളുണ്ട് അല്ലാഹുവേ. ഒരു ഉമ്മാക്കൊരു പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. ഒരു ഉമ്മാക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ തമ്പുരാനെ. ബലാകൾ കൊടുക്കല്ലേ തമ്പുരാനെ. മുസീബത്തുകൾ കൊടുക്കല്ലേ അല്ലാഹ്. മുസീബത്തുകൾ കൊടുക്കല്ലേ തമ്പുരാനെ. സ്ഥലഭാഗത്ത് കുരുവന്ന് പൊട്ടി ഒലിച്ച് സ്ഥലം മുറിച്ച് മാറ്റുന്നൊരവസ്ഥ ഒരു ഉമ്മാക്കും കൊടുക്കല്ല അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കാണുന്ന ഒരു ഉമ്മാക്കും കൊടുക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, കൊടുക്കല്ല തമ്പുരാനെ, കൊടുക്കല്ല തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ അല്ലാഹുവേ, ഞങ്ങൾ ധാരാളം ആളുകൾ മൺമറഞ്ഞു പോയി മരണപ്പെട്ടു പോയവരുണ്ട് അല്ലാഹ്. ഖബർ ജീവിതം അല്ലാഹുവേ നീ സുന്ദരമാക്കണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുകി തീർന്നതുപോലെ ഉരുകിത്തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഖബർ ജീവിതം നീ ഖൈറിലാക്കണേ അല്ലാഹ്. സന്തോഷത്തിലാക്കണേ തമ്പുരാനെ. പൊന്നുപ്പാന്റെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. പ്രകാശിപ്പിക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ നിന്ന് ഫിറാശ് ഖബറിൽ വിരിപ്പിക്കണേ അല്ലാഹ്. ഒരു പുടവ നീ വിരിപ്പിക്കണേ അല്ലാഹ്. നീ വിരിപ്പിക്കണേ തമ്പുരാനെ. മറോടണച്ച് അമിഞ്ഞപ്പാൽ തന്ന പൊന്നാര ഉമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹുവേ. ഖബർ ജീവിതം നീ സുന്ദരമാക്കണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരത്തോളം ഈ വിശാലത നൽകണേ തമ്പുരാനെ. ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. പ്രകാശപൂരിതമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സ്വർഗത്തിൽ നിന്നൊരു വിറാശ് പൊന്നുമാന്റെ ഖബറിൽ നീ വിരിപ്പിക്കണേ അല്ലാഹ്. നീ വിരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരണപ്പെടും തമ്പുരാനെ.
ഞങ്ങളെ ഉണക്കക്കെട്ടിൽ ഞങ്ങളെങ്ങനെ മലർത്തി കെടുത്തും. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിന് പഞ്ഞി തിരികപ്പെടും. അല്ലാഹുവേ, ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ അല്ലാ, മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ തമ്പുരാനെ. വഴിയോരങ്ങളിലൂടെ ഞങ്ങളെ ജനാസ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ ജനാസയെ പെടുത്തണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കും. ഞങ്ങളുടെ കവിള് മണ്ണിനോട് ചേർക്കപ്പെടും. ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാ, ഖബറിൽ രക്ഷ നൽകണേ തമ്പുരാനെ. മലാക്കന്മാരുടെ സഹായം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ ധാരാളം ആളുകൾ സ്നേഹിക്കുന്നവരുണ്ട്, ഞങ്ങളെ സഹായിക്കുന്ന ആളുകളുണ്ട്. ഓരോ കാര്യങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ ഏറ്റെടുക്കാം, സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. എണ്ണി എണ്ണി പറയുന്നില്ല തമ്പുരാനെ. അല്ലാഹുവേ, നീ അവരെ സംരക്ഷിക്കണേ അല്ലാ, നീ അവരെ കാത്തോളണേ അല്ലാ. ദീനിന്റെ കാര്യം പറയുമ്പോൾ ഉത്സാഹത്തോടെ വരുന്ന ആളുകളുണ്ട്, ഉത്സാഹത്തോടെ വരുന്ന ആളുകളുണ്ട് തമ്പുരാനെ. ദീന് പറയുമ്പോൾ ഉത്സാഹത്തോടെ സഹായിക്കാനും സഹകരിക്കാനും വരുന്ന ആളുകളുണ്ട് തമ്പുരാനെ. നീ അവരെ സഹായിക്കണേ അല്ലാ, നീ അവരെ കൊയക്കല്ല അല്ലാ, കൊയക്കല്ല തമ്പുരാനെ. വീണ്ടും വീണ്ടും പറയാനുള്ളത്, അല്ലാഹു അവരെ കൊയക്കല്ല അല്ലാ, അവർ ദീനിനെ സഹായിക്കുന്നവരാണല്ലോ, അവരെ കൊയക്കല്ല അല്ലാ, അവരെ കൊയക്കല്ല തമ്പുരാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്വാൻ വമിൻ ളുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.